നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരും. ഉമേഷ്, അതിന്റെ വിചാരണ നടപടികൾ അടക്കം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വാർത്ത. ഏതായാലും വിധി 8-ന് തന്നെ, ഡിസംബർ 8-ന് വരാൻ പോകുന്നു. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ്, അതിൽ ഏറ്റവും പ്രമാദമായ കേസ്, ആ കേസിലെ സുപ്രധാനമായ വിധി അത് ഡിസംബർ 8-നാണ്. വിചാരണ കോടതിയാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഇത് വലിയ ഒരുപാട് ചരിത്രമുള്ള ഒരു കേസാണ്. 7 വർഷത്തോളം നീണ്ട വിചാരണയായിരുന്നു. അതിനുശേഷം 7 വർഷവും 7 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ കേസിൽ അന്തിമ വിധി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന്, നടൻ ദിലീപ് 8-ാം പ്രതിയായ കേസ് കൂടിയാണിത്. ചരിത്രത്തിൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരു കേസ് എന്നുള്ള പ്രത്യേകത കൂടി ഈ നടിയെ ആക്രമിച്ച കേസിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്. ആകെ ഇതിൽ തുടക്കകാലത്ത് ആദ്യം 12 പ്രതികളാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിൽ അഭിഭാഷകർ ഉൾപ്പെടെയാണ് 12 പേർ പ്രതികളായിരുന്നത്. അതിൽ 2 അഭിഭാഷകരെ ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കിയിരുന്നു. പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിങ്ങനെ 11ഉം 12ഉം പ്രതികളായിരുന്നവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കി. പിന്നീട് 10-ാം പ്രതിയായ വിഷ്ണു, അയാളെ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തു. അങ്ങനെ 9 പേർ പ്രതികളായ ഈ കേസിലാണ് ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി അന്തിമ വിധിയിലേക്ക് കടക്കുന്നത്. ഇതിൽ പ്രതിപ്പട്ടിക ഞാൻ വായിക്കാം. ഇതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്, 2-ാം പ്രതി മാർട്ടിൻ ആൻ്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4 വിജീഷ്, 5 സലീം, 6 പ്രദീപ്, 7 ചാർലി തോമസ്, 8 ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, 9 മേസ്തിരി സുനിൽ എന്നറിയപ്പെടുന്ന സനിൽകുമാർ. അങ്ങനെ 9 പ്രതികൾ ആണ് ഈ കേസിലുള്ളത്. ഇതിൽ വിചാരണയടക്കം തുടങ്ങിയത് 2018-ലായിരുന്നു. ഈ സംഭവം നടക്കുന്നത് 2017 ഫെബ്രുവരി 17-നാണ്. ഈ നടിയെ ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയടക്കം ചെയ്തത്. അതാണ് കേസിനാസ്പദമായ സംഭവം. ഇതിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അടക്കം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഇതിന് പിന്നിൽ ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഡിവൈഎസ്പി ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൽ വളരെ സമഗ്രമായ അന്വേഷണം നടന്നത്. അന്വേഷണത്തിലൊടുവിലാണ് ദിലീപ് അടക്കം ഇതിൽ പ്രതിയാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെടുകയും അങ്ങനെ ദിലീപിനെ 8-ാം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്.